അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ഇത്തിബാഉ സുനനി റസൂലില്ലാഹ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ നാം ഹയാത്താക്കുക. സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്താണ് തൊപ്പി വെക്കലും താടി വെക്കലും എല്ലാം. പുരുഷന്മാർ വെള്ള വസ്ത്രം ധരിക്കലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയാണ്. അവകൾ നാം പിൻപറ്റുവാൻ നാം ശ്രമിക്കുക. അങ്ങനെ നാം അത്തിഉല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അനുസരിച്ച് നാം ജീവിക്കുക. അതുകൊണ്ടാണ് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാ മത്താ സാഅത്തു യാ റസൂലല്ലാ, ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ഖിയാമത്ത് നാൾ ആകുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ ഈ സഹാബി പറഞ്ഞിട്ടുള്ളത്, ഇന്നി ഉഹിബ്ബുല്ലാഹ വ റസൂലഹു, തീർച്ചയായും ഞാൻ അള്ളാഹുവിനെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മഹബ്ബത്ത് വെക്കുന്നു എന്നാണ്. അല്ലാതെ എൻ്റെ അമലുകൾ കൊണ്ട് രക്ഷപ്പെടുമെന്നോ, എൻ്റെ നിസ്കാരം കൊണ്ട് രക്ഷപ്പെടുമെന്നോ, എൻ്റെ നോമ്പ് കൊണ്ട് രക്ഷപ്പെടുമെന്നോ, എൻ്റെ ദാനധർമ്മങ്ങൾ കൊണ്ട് രക്ഷപ്പെടുമെന്നോ ഈ സഹാബി പറഞ്ഞിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ മർഉ മഅ മൻ അഹബ്ബ, മനുഷ്യൻ സ്നേഹിക്കുന്നവരോടൊപ്പമാണ് നാളെ സ്വർഗത്തിലാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു തആല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.